ഹായ്, ഒരു 15 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ മൂഡ് മാറ്റാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാവും? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള സയൻസ് സപ്പോർട്ട് ചെയ്യുന്ന 3 സിമ്പിൾ ബ്രെയിൻ ട്രിക്കുകളെ പറ്റിയാണ്. ഇത് നിങ്ങളുടെ ചിന്തകളെ തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഒരു പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ വല്ലാത്തൊരു മൂഡ് ഓഫ് അല്ലെങ്കിൽ ഒരു തരം ശൂന്യതയൊക്കെ? ഫോൺ നോക്കിയിട്ടോ പാട്ട് കേട്ടിട്ടോ ഒന്നും ഒരു മാറ്റമില്ല. എന്താ എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവുമല്ലേ? ശരി, ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ശരി, നമുക്കൊരു കാര്യം ആലോചിച്ച് നോക്കാം. ഒരേപോലത്തെ ഒരു മോശം ദിവസം കിട്ടിയ 2 പേർ, ഒരേ ട്രാഫിക് ബ്ലോക്ക്, ഓഫീസിലെ അതേ ടെൻഷൻ, എല്ലാം ഒന്ന് തന്നെ. പക്ഷേ അതിലൊരാള് രാത്രി മുഴുവൻ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. മറ്റേയാൾ അതൊക്കെ വിട്ട് കൂളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്താ ഇവിടുത്തെ വ്യത്യാസം? അവരുടെ സാഹചര്യങ്ങളല്ല, ആ സാഹചര്യങ്ങളോട് അവരുടെ ബ്രെയിൻ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഏറ്റവും വലിയൊരു സത്യം. നമ്മുടെയൊക്കെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കാനല്ല, മറിച്ച് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അതിജീവിക്കാനും പെട്ടെന്ന് പ്രതികരിക്കാനും വേണ്ടിയാണ്. പക്ഷേ ആ ഓട്ടോമാറ്റിക് റിയാക്ഷനെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ബ്രെയിനിന്റെ ഈ സന്തോഷ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇതിനുള്ള പരിഹാരങ്ങളിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ഇതാ ആദ്യത്തെ ട്രിക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, 3ാമത്തെ ട്രിക്കാണ് ഇതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. സോ അത് മിസ് ചെയ്യരുത്, അവസാനം വരെ കാണുക. വരൂ, നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് ചെയ്തു നോക്കാം, അല്ലേ? ഇപ്പൊ തന്നെ ചെയ്യണേ. നിങ്ങളുടെ പുരികങ്ങൾ പതുക്കെ, വളരെ പതുക്കെ ഒന്ന് ഉയർത്തുക. ഇനി നിങ്ങളുടെ താടിയെല്ല് ഒന്ന് റിലാക്സ് ചെയ്യുക. ഒരു വലിയ ചിരിയൊന്നും വേണ്ട, ചുണ്ടിന്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോകട്ടെ. ശരി, ഇനിയൊരു 15 സെക്കൻഡ് അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കും. ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയാമോ? നിങ്ങളുടെ ഈ മുഖഭാവം നിങ്ങളുടെ ബ്രെയിനിനൊരു സിഗ്നൽ കൊടുത്തു. ഹേയ്, കുഴപ്പമൊന്നുമില്ല, നമ്മൾ സേഫ് ആണെന്ന്. നമ്മൾ സേഫ് ആണെന്ന് ബ്രെയിനിന് തോന്നുമ്പോൾ അത് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോണുകളെയൊക്കെ കുറയ്ക്കും, പകരം സന്തോഷം തരുന്ന കെമിക്കൽസ് കൂട്ടും. നമ്മൾ സന്തോഷം അഭിനയിക്കുകയല്ല ചെയ്തത്, സന്തോഷിക്കാനുള്ളൊരു സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്തത്. അടുത്തത്, നമ്മുടെ മനസ്സാകെ ടെൻഷൻ അടിച്ച് ഓരോന്നാലോചിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴില്ലേ, അപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു കിടിലൻ ടെക്നീക്കാണ്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വല്ലാത്ത ടെൻഷനോ ദേഷ്യമോ ഒക്കെ തോന്നുമ്പോൾ ആ വികാരത്തിന് ഒരു പേര് കൊടുത്താൽ മതി. അതായത്, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല സ്ട്രെസ് തോന്നുന്നു എന്ന് സ്വയം ഒന്ന് പറയുക. ആ നിമിഷം നമ്മുടെ ബ്രെയിനിന്റെ കൺട്രോള് വൈകാരികമായി പ്രതികരിക്കുന്ന ഭാഗത്ത് നിന്ന് മാറി ചിന്തിക്കുന്ന ലോജിക്കലായ ഭാഗത്തേക്ക് മാറും. ഇതൊന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലൊരു വലിയ കൊടുങ്കാറ്റാണ്. നിങ്ങൾ അതിന്റെ നടുക്ക് പെട്ട് നനഞ്ഞു കുതിർന്നു നിൽക്കുകയാണ്. പക്ഷേ ആ വികാരത്തിനൊരു പേര് കൊടുക്കുന്ന നിമിഷം നിങ്ങൾ പെട്ടെന്നൊരു വീടിന്റെ ജനലിലൂടെ ആ കൊടുങ്കാറ്റ് കാണുന്നത് പോലെയാകും. കൊടുങ്കാറ്റ് അവിടെ തന്നെയുണ്ട്, പക്ഷെ നിങ്ങൾക്കതിനെ പേടിയില്ലാതെ നോക്കിക്കാണാൻ പറ്റും. അനുഭവം തന്നെ മാറിപ്പോകും. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിക്കിലേക്ക് കടക്കാം. നമ്മുടെ തലച്ചോറിനകത്തെ ആ സന്തോഷത്തിന്റെ കെമിക്കൽസിനെ എങ്ങനെ ഓൺ ചെയ്യാമെന്ന് നോക്കാം. ഡോപ്പമീനെപ്പറ്റി നമുക്കെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്തെങ്കിലും വലിയ കാര്യം നേടിക്കഴിയുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നല്ല ഡോപ്പമിൻ. ശരിക്കും നമ്മൾ മുന്നോട്ടു പോകുന്നുണ്ട്, എന്തെങ്കിലും ഒരു പുരോഗതിയുണ്ട് എന്ന് നമ്മുടെ ബ്രെയിനിന് തോന്നിയാൽ മതി, അപ്പം തന്നെ ഡോപ്പമിൻ റിലീസാവും. ആ ഒരു മുന്നോട്ടു പോകുന്ന ഫീൽ, അതുതന്നെയാണ് യഥാർത്ഥ റിവാർഡ്. ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ചു കാര്യങ്ങൾ. വെറും 15 സെക്കൻഡ് മതി. നിങ്ങളുടെ നട്ടെല്ലൊന്ന് നിവർത്തിയിരിക്കുക, അല്ലെങ്കിൽ നല്ല ആഴത്തിലൊരു ശ്വാസമെടുത്ത് പുറത്തുവിടുക. കുറച്ച് വെള്ളം കുടിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്യാനുള്ള ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ടിക്ക് ചെയ്യുക. ഇതെല്ലാം ഞാൻ മുന്നോട്ടു പോകുന്നുണ്ട് എന്ന സിഗ്നൽ ബ്രെയിനിന് കൊടുക്കും, ഡോപ്പമിൻ കിട്ടും. അതായത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: മോട്ടിവേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. പകരം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അങ്ങ് ചെയ്യുക. നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള മോട്ടിവേഷൻ തരും, അല്ലാതെ തിരിച്ചല്ല. അപ്പം നമ്മൾ പഠിച്ച ഈ 3 ട്രിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിനെ നേരിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൂൾ കിറ്റ് പോലെയാണ്. ഇത് 3ഉം കൂടി എങ്ങനെ ഒരുമിച്ച് ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോ അടുത്ത തവണ ഒരു മോശം മൂഡ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നാമത്, മുഖഭാവം മാറ്റി തലച്ചോറിനൊരു സേഫ്റ്റി സിഗ്നൽ കൊടുക്കുക. രണ്ടാമത്, നിങ്ങൾക്ക് തോന്നുന്ന വികാരത്തിനൊരു പേര് നൽകി അതിനെ ദൂരെ നിന്ന് നോക്കിക്കാണുക. മൂന്നാമത്, എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്ത് ഒരു ചെറിയ വിജയമുണ്ടാക്കുക. 1 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ ഒരു മാറ്റം വരുന്നത് കാണാം. അവസാനമായിട്ടൊരു കാര്യം ഓർക്കുക,
സന്തോഷമെന്ന് പറയുന്നത് എവിടെയോ പോയി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്യേണ്ട, ഓൺ ചെയ്യേണ്ട ഒരു കഴിവാണ്. ഈ ട്രിക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ മാനസികാവസ്ഥയുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാവും. അതൊരുപാട് ദൂരെയൊന്നുമല്ല, ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന അത്ര അടുത്താണ്.